ഹോമറിൻ്റെ ഒഡീസിയെ നോളൻ്റെ ഫ്രെയിമിൽ കാണാൻ ലോകം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളേറെയായി. അനൗൺസ് ചെയ്ത സമയത്തെ കാസ്റ്റിങ്ങും ഓരോ അപ്ഡേറ്റുകളും വലിയ രീതിയിലുള്ള ആൻറ്റിസിപ്പേഷൻ തരികയും ചെയ്തു. എന്നാൽ റിലീസിനോടടുക്കുമ്പോൾ അതേ കാസ്റ്റിങ്ങും അപ്ഡേറ്റുകളും സിനിമയെ തിരിഞ്ഞു കൊത്തുകയാണ്. റേസിൻ്റെയും കൾച്ചറിൻ്റെയും പേരിൽ തുടങ്ങി സിനിമയിലെ സംഭാഷണ രംഗങ്ങളിൽ വരെ കുറ്റം കണ്ടെത്തുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് ആളുകളിപ്പോൾ. ക്രിസ്റ്റഫർ നോളനാണ് പ്രധാന ഇര. ഒഡീസിയസിൻ്റെ കഥയെ നോളൻ തൻ്റേതാക്കുമ്പോൾ അയാൾ കൊണ്ടുവന്ന മാറ്റങ്ങളെ ഇത്ര കണ്ട് വിമർശിക്കേണ്ടതുണ്ടോ? ആദ്യമായി ഫുള്ളി ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിലെടുക്കുന്ന ആദ്യ മിത്തോളജിക്കൽ എപ്പിക്കിൽ അയാൾക്കില്ലാത്ത ആശങ്ക എന്തിനാണ് മറ്റുള്ളവർക്ക്? ഒരു നോളൻ സിനിമ തങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന വിശ്വാസമുള്ള ഒട്ടനവധി പേർ ഇന്ന് ഈ ലോകത്തുണ്ട്. ഒഡീസി എത്തുമ്പോൾ അവർക്ക് പോലും അയാളിൽ സംശയം വരും വിധം അത്രമേൽ നെഗറ്റീവുകളാണ് സിനിമയ്ക്കെതിരെ വിമർശകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 സിനിമയുടെ സെറ്റ് ചിത്രങ്ങൾ ലീക്കായതോടെയാണ് ആദ്യ വിവാദമുയർന്നത്. 8th സെഞ്ച്വറിയിൽ നടക്കുന്ന കഥയിൽ ഒഡീസിയസും മറ്റുള്ളവരും ധരിക്കുന്ന വസ്ത്രങ്ങൾ ആ കാലത്തോട് നീതി പുലർത്തുന്നില്ല എന്നതായിരുന്നു അത്. ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്ററി അല്ല, ആർട്ടിസ്റ്റിക് അഡാപ്റ്റേഷനാണ് നോളൻ്റേത് എന്നതായിരുന്നു അന്ന് ഇതിനെതിരെ വന്ന വാദം. 2026 തുടക്കത്തിൽ സിനിമയിൽ ഗ്രീക്ക് അഭിനേതാക്കളില്ല എന്നതായി അടുത്ത പ്രശ്നം. ഹോളിവുഡ് ഗ്രീക്ക് ടാലൻറ്റുകളെ തഴയുന്നുവെന്നും വിമർശനമുയർന്നു. ഇതിന് പിന്നാലെയാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത്. വംശീയമായും ഐഡന്റിറ്റിയുടെ പേരിലും താരങ്ങൾക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം ആരംഭിച്ചു. ലുപീറ്റ നിയോങ്ങിൻ്റെ ഹെലൻ ഓഫ് ട്രോയ് ആയുള്ള കാസ്റ്റിംഗ് ആണ് പലരെയും ചൊടിപ്പിച്ചത്. ഗ്രീക്ക് മിത്തോളജിയിലെ ഏറ്റവും പോപ്പുലർ ഫിഗറും ട്രോജൻ വാറിന് കാരണമാവുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഹെലൻ. ഗ്രീക്ക് ദൈവമായ സിയൂസിൻ്റെ മകളായ ഹെലനെ ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായാണ് കണക്കാക്കിയിരുന്നത്. ആ കഥാപാത്രമായി കറുത്ത വംശജിയായ ഒരു അഭിനേതാവിനെ കൊണ്ടുവന്നത് പല കോണിലുള്ള വംശീയ വെറിയന്മാരെ വിറളി പിടിപ്പിച്ചു. കാലാകാലങ്ങളായ എഴുത്തുകാരും സംവിധായകരും ഹോമറിൻ്റെ കഥയെ അവരുടേതായ രീതിയിലുള്ള അഡാപ്റ്റേഷൻ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഉയരാത്ത വിമർശനങ്ങൾ ഒരൊറ്റ കഥാപാത്രത്തിൻ്റെ കാസ്റ്റിങ്ങോടെ ഉയരുന്നു. പിന്നാലെ സിനിമയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മറ്റു കണ്ടുപിടുത്തങ്ങളും. കൾച്ചറലായ ചരിത്രപരമായ പൈതൃകത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് വേണം ഇത്തരം സിനിമകളിൽ എത്തേണ്ടതെന്ന് അവർ വാദിച്ചു. ഹിസ്റ്റോറിക്കൽ ഒതൻറ്റിസിറ്റിയേക്കാൾ ഡൈവേഴ്സിറ്റിക്ക് ഹോളിവുഡ് പരിഗണന നൽകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിതെന്നും കൂട്ടിച്ചേർക്കുന്നു. ഒഡീസിയസ് ആയ മാറ്റ് ഡാമനും ടെലമാക്കസ് ആയ ടോം ഹോളണ്ടിനും ഈ വിഷയം ബാധകമല്ലേ എന്ന ചോദ്യത്തിൽ സംസ്കാരമല്ല നിറമാണ് പ്രശ്നമെന്ന കാര്യം മറനീക്കുന്നത് കാണാം. കാസ്റ്റിങ്ങിനെതിരെ ഇലോൺ മസ്ക് നടത്തിയ പരാമർശം ചർച്ചകളെ വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു. അക്കാദമി അവാർഡ് വിന്നറായ ലുപീറ്റ നിയോങ് 2 കഥാപാത്രങ്ങളെയാണ് നോളൻ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഹെലൻ ഓഫ് ട്രോയും സഹോദരി ക്ലൈറ്റൻനെസ്ട്രയും. തനിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നാണ് താരത്തിൻ്റെ നിലപാട്. താൻ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്റ്റഫർ നോളൻ്റെ വിഷനിൽ താൻ വിശ്വസിക്കുന്നുണ്ടെന്നും സിനിമയിലെ അഭിനേതാക്കൾ ലോകത്തെ മൊത്തമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു. ആൻഷ്യൻ ഗ്രീക്കിൻ്റെ മോഡേൺ ട്രാൻസ്ലേഷൻ അമേരിക്കൻ ആക്സെൻറ്റിൽ പറയുന്നു എന്നതാണ് ട്രെയിലറിന് പിന്നാലെ ഉയർന്ന മറ്റൊരു വിഷയം. ഗ്രീസിന് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാത്ത ഗ്രീക്ക് മിത്തോളജിയാണ് ഒഡീസി എന്ന് രാജ്യത്തെ പ്രമുഖർ അഭിപ്രായപ്പെട്ടു. ഡയലോഗുകളിൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്തത് സിനിമയുടെ ആസ്വാദനത്തെ സഹായിക്കുമെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളും വിമർശനങ്ങളുമാണ് നോളനും ഒഡീസിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കൊല്ലം പുറത്തിറങ്ങുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമ തിയേറ്ററിൽ എത്തും മുന്നേ നെഗറ്റീവ് ആസ്പെക്റ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോഴും ടിക്കറ്റ് ബുക്കിങ്ങിനെയൊന്നും ഇത് കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും കാണാം. നോളൻ്റെ കരിയറിലെ ഫ്രഷ് അറ്റംപ്റ്റ് ആണെന്നതും ഐമാക്സ് എക്സ്പീരിയൻസുമെല്ലാം സിനിമയുടെ ഹൈപ്പ് കൂട്ടുന്നതാണ്. തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഈ വിമർശനങ്ങൾക്കെല്ലാം നോളൻ തൻ്റെ സിനിമയിലൂടെ മറുപടി പറയും. അതിനായി കാത്തിരിക്കാം.